ഐ സപ്പോർട്ട് പാലസ്തീൻ. ഹായ്, ഞാൻ ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരാൾ റിപ്ലൈ ആയിട്ടൊരു മെസ്സേജ് അയച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇറങ്ങി പോടാ, പിന്നെ ഞാൻ വിശ്വസിക്കുന്ന മതത്തെ വെച്ചിട്ടുള്ളൊരു തെറി. ശരിയാണ്, ഞാൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ആം മുസ്ലിം, ഇറ്റ്സ് ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ. മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ നടക്കുന്ന ഈ ഒരു നരഹത്യനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. എന്തിന് ചെകുത്താന് പോലും അത്രയും ഒരു വേസ്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അത് വിടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുട്ടികളെയൊക്കെ കൊന്നൊടുക്കുന്ന ആൾക്കാരെ പറ്റി സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് അയാളോട് അങ്ങോട്ടേക്ക് തെറി വിളിക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. കാരണം ഒരാൾ ചളിയിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ചരി വാരി എറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മേത്ത് ചളിയായി കഴിഞ്ഞാൽ നമ്മളത് പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കഴുകി കളയുക. അല്ലാതെ നമ്മളും പ്രകോപിതരായിട്ട് അവിടെ ചെന്ന് ആ ചളിയിൽ ഇറങ്ങി അയാളോട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ദേഹം മൊത്തം ചളിയാവുകയുള്ളൂ. അല്ലാതെ അയാളെ കഴുകി വൃത്തിയാക്കാൻ നമുക്ക് എന്തായാലും പറ്റൂല. എനിക്കിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇസ്രായേലിൽ ചെന്നിട്ട് ഈ യുദ്ധം നിർത്തിവെക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലത്തെ ആ പ്രസിഡന്റിനെ തല്ലിക്കാലാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പാലസ്തീനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും പിന്നെ എന്താണ് സ്റ്റോറി വെക്കുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ അത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ കയറി തലയിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിലും കുറേ കമൻസ് ഉണ്ടാവും തെറി വിളിച്ചുകൊണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുട്ടികളെ കൊല്ലുന്ന അല്ലെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാത്ത ഒരാൾക്കാരുടെ നേരെ മിസൈൽ എറിയുകയും വെടിയുതിർക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്? വീക്കായിട്ടുള്ള ആൾക്കാരെ, അവരുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാരുടെ അടുത്ത് വെപ്പൺസ് യൂസ് ചെയ്ത് അവരെ കൊല്ലുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും വെപ്പൺസും അതിനുള്ള ആൾക്കാരും ആയുധങ്ങളൊക്കെ ഉണ്ടായാലല്ലേ അതൊരു യുദ്ധമാവുള്ളൂ, അല്ലേ? സോ എനിവേ, ഐ സപ്പോർട്ട് പാലസ്തീൻ.